ഹലോ, അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് വലിയ പെട്ടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പൊട്ടിപ്പോയി ചട്ടി. ഓഫ്, മതി പൊട്ടാതെ കിട്ടി കേട്ടാ. അപ്പോൾ ഞാനും ഐസക്കും കൂടി അത് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പോവാണ്. ഐസക്ക് ഇവിടുന്ന് ഷൂ ഒക്കെ ഇട്ട് വരും. അപ്പോൾ ഹലോ, ഹായ് വല്ല. ഞങ്ങളിത് പോകും. ഉച്ചയായി, ഒരു 12 മണിയായിട്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ എയർകാർഗോ കളക്ഷൻ സെൻറ്ററിൽ വന്നേക്കുവാണ്. ഇത് എയർപോർട്ടിലല്ല, കുറച്ച് കൂടി അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സും കൂടി മാറിയിട്ടാണ് ഈ കളക്ഷൻ സെൻറ്റർ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ഒരാൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ ഐസക്കാണ് പോയി എല്ലാം കളക്ട് ചെയ്തത്. അതിൻ്റെ അകത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സംഭവം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെയിറ്റ് എക്സീഡ് ആയതുകൊണ്ട് നമുക്ക് ആ സമയത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് അത് കൂടാതെ പിന്നെ വീട്ടുകാരും കുറച്ച് പാക്ക് ചെയ്ത് അയച്ച് തന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിവിടെ കൊണ്ടുവരാനായിട്ട് അല്ലറ ചില്ലറ കഷ്ടപ്പാടൊന്നും ആയിരുന്നില്ല. ഒരുപാട് ഞങ്ങളിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ആക്ച്വലി 3 months കഴിഞ്ഞു. അപ്പോൾ തൊട്ട് ഇത് ഫുള്ള് പാക്ക് ചെയ്ത് അയക്കാൻ വന്നിട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അവസാനം കിട്ടിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് എന്താണ് ഷിപ്പിൽ വിടാമെന്ന്, അത് കഴിഞ്ഞാൽ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എയർ കാർഗോ ആണ് ചെയ്തത്. ഫൈനലി നമുക്ക് ഇവിടെ എത്തിയപ്പോൾ എല്ലാം പൊട്ടാതെ വന്നിട്ടുണ്ടോ, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത് നോക്കാം. നമുക്ക് സീ ചെയ്യുമ്പോൾ ടൈം ഡ്യൂറേഷൻ കൂടുതലാണ്, പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഐറ്റംസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വായിക്കുന്ന മുന്നേ റിജക്ട് ആയി നമ്മുടെ സാധനങ്ങൾ. കുറേ മസാലപ്പൊടികളും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് എയറിലേക്ക് ആക്കിയതാണ് വീട്ടുകാർ. എയറിൽ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഖത്തർ കാർഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ HIA-ന്റെ അവിടെയല്ല, കുറച്ചും കൂടെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ, കുറച്ചും കൂടെ ഒരു 10 minutes അവിടെ നീങ്ങി കഴിഞ്ഞാൽ കാർഗോ ഏരിയ ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു കറക്റ്റ് ലൊക്കേഷൻ വലിയവർക്ക് ആർക്കും അറിയില്ല. നമ്മൾ കുറേ ചുറ്റേണ്ടി വന്നു. ഓൾമോസ്റ്റ് ഒരു 4 hours വെയിറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ബിക്കോസ് ഇത് ഫുൾ അവർ ആക്ച്വലി പാക്കിംഗ് പൊട്ടിച്ച് നോക്കി എല്ലാ പൗഡറും സ്മെല്ലൊക്കെ ചെയ്ത് രണ്ടാമത് റീപാക്ക് ചെയ്തതാണ് ഇത്. ബിക്കോസ് നാട്ടിൽ നിന്ന് വിടുമ്പോൾ അവർ പ്രത്യേകിച്ച് സ്പൈസസും പൗഡറൊക്കെ ആകുമ്പോഴത്തേക്കും അവരെ ഒന്നുകൂടി ചെക്കിങ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കും. കാരണം അതൊക്കെ എന്തൊക്കെയാണ് ഈ പൗഡർ എന്നൊക്കെ അറിയാനായിട്ട്. അത് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 400 റിയാൽ എക്സ്ട്രാ കൊടുക്കണം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും. അപ്പാർട്ട് ഫ്രം കസ്റ്റം ഡ്യൂട്ടിയും പിന്നെ ഹാൻഡ്ലിംഗ് ചാർജ് ഒരു ഇതാണ്. തുറന്ന സ്ഥിതി ഇത് ഫസ്റ്റ് തന്നെ എൻ്റെ കംഫർട്ടാണ്. അപ്പോൾ ഞാനത് ഇതൊന്ന് അധികം പൊട്ടാതിരിക്കാനായിട്ട് അതിൽ ആണ് നമ്മൾ എല്ലായിടത്തും വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം. ബൈ. ഓക്കെ, ഇത് ഞങ്ങൾ കുറേ ചില്ലിലെ കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അത് ഇതിനകത്ത് ഇതുപോലെ ഓരോന്നും ഇട്ട് വെച്ചിട്ടുണ്ട്. ഫെനിഗ്രീക്കൊക്കെ ഞാൻ നിനക്ക് തുറന്നുതരാം. പാത്രം ഒന്ന് സീസസ് എനിക്ക് ഓരോ എന്ത് മസാല എന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. കുറേ ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ പൊടി, ആ പൊടി ഈ പൊടി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പം അതിലും വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലാ ദിവസവും കുക്കും ചെയ്യുന്നില്ല. ഇതെല്ലാം എന്ത് ചെയ്യുമെന്നുള്ള ആലോചന കുക്ക് ചെയ്തിട്ട് സത്യം കുറച്ചായിട്ടാണ്. പിന്നെ ഇവിടെ യൂട്ടൻസിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുക്ക് ചെയ്യാനായിട്ട്. അത് വേറെ കാര്യം. നോമ്പ് സമയത്ത് ഫുൾ കുക്കിംഗ് ആയിരുന്നു. നോമ്പ് സമയത്ത് ഞങ്ങൾ ഒരു 2 മാസം ഫുൾ കുക്ക് ചെയ്തത്. പുറത്തുനിന്ന് കഴിക്കാൻ ചാൻസ് തന്നെ കുറവായിരുന്നു. വേണ്ടത് ഇപ്പൊ കൂടുതൽ ഷൂട്ട് വീഡിയോസ് വരുന്നതുകൊണ്ട് നമ്മൾ അതിൽ ഓക്കിപ്പോയി റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഓരോന്നും ഓരോ സ്പൈസൊക്കെയാണ്. ഇടയിൽ ഞാനിങ്ങനത്തെ സ്റ്റോക്കിങ്സ് ഒക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് പൊട്ടാതിരിക്കാനായിട്ട്. അത് വരെ എന്നോട് ചോദിച്ചു എന്തിനാ തുണിയൊക്കെ. എന്റെ ഹാങ്കർചീഫ് പേപ്പറിന്റെ ഇടയിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ പേപ്പർ റോൾ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഹാങ്കർചീഫ്. ആ പേപ്പറൊക്കെ എടുത്ത് നോക്കി എന്തോ വേറെന്തോ എന്ന് വിചാരിച്ചിട്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടാതിരിക്കാനായിട്ട് ചില്ലല്ലേ, അപ്പൊ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ശരിക്കും വെച്ചത്. പക്ഷെ അത് അവർക്ക് നോക്കുമ്പോൾ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു. ഇവിടെ ആ കർച്ചീഫ് വരേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഈ അവർക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. അതുണ്ട് സ്പൈസൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മൾ കുപ്പിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അവരത് പൊട്ടിച്ച് മാറ്റി എല്ലാം നോക്കിയതുകൊണ്ട് ഇപ്പോൾ എല്ലാം പുറത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് അൽഫാം മസാല. നാട്ടിൽ എറണാകുളം ലുലുന്നൊക്കെ വാങ്ങിച്ച ഐറ്റമാണ് കൂടുതൽ ഇവിടെ എല്ലാം കിട്ടും. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം കിട്ടും. പക്ഷെ ഞങ്ങൾ അന്നൊരു വാങ്ങിച്ചതാണ്. വീട്ടുകാരുടെ കൂടെ എല്ലാം പോയി അവർക്കൊരു രസമല്ലേ ഇതെല്ലാം. അവരൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എല്ലാം വാങ്ങിക്കുന്നതിലും വേറെ കുറെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങോട്ടേക്കുള്ളതൊക്കെ ഷോപ്പ് ചെയ്തു വീട്ടുകാരായിട്ട്. സത്യം പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ചട്ടിയും അതും ഇതൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം മമ്മീനൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് അറിയാമല്ലോ ഒന്നും കൂടിയുള്ള. പിന്നെ അതുപോലെ നമ്മൾ വിചാരിച്ച് നമ്മുടെ ലഗേജിൽ കൂടെ പോകും. ഓൾമോസ്റ്റ് എനിക്കൊരു 60 ലഗേജ് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് പർച്ചേസ് ചെയ്താണ്. ഓൾമോസ്റ്റ് നാട്ടിൽ 1 ലക്ഷം. അപ്പൊ എനിക്ക് 30 ഉണ്ടായിരുന്നു. ഞാൻ 30 ആഡ് ഓൺ ചെയ്തു. സോനയ്ക്ക് 30 ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ 30 ആഡ് ഓൺ 35 ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ. എന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60 എക്സ്ട്രാ വന്നു. 120 kg മുകളിൽ ആ ഒരു 60 to 70 കിലോ ഉണ്ട്. ചട്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാന്ന് പോലും എനിക്കിപ്പോ അറിയില്ല. നമ്മുടെ ആദ്യത്തെ പൊട്ടിയ പീസ് കിട്ടിയിരിക്കുന്നു. ചട്ടി, ഒരു ചട്ടി പൊട്ടി.
ഞാൻ അങ്ങനെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാണ് ചട്ടി ഒന്നും എനിക്ക് മൺചട്ടിയിൽ കഴിക്കുന്ന ഇഷ്ടമാണ്. മൺചട്ടി ഒന്നും ഇത് കണ്ടോ പൊട്ടിപ്പോയി ചട്ടി. നമ്മള് ഒരു മൺചട്ടി പൊട്ടിപ്പോയി. ഒരു മൺചട്ടി പൊട്ടിപ്പോയി. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തല്ലേ, ഇവിടെ കിട്ടാത്ത സാധനമല്ല. ഇത് പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ എനിക്ക് നമ്മൾ നാട്ടിൽ ചെയ്ത ഒരു 2-3 മണിക്കൂർ എടുത്ത് ചെയ്തത്. ഇതല്ല ഞങ്ങളുടെ ലഗേജ് കാണണമായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ. അത് ഇതിന്റെ ഒരു 4 ഇരട്ടി ഉണ്ടായിരുന്നു. 120 കിലോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും ഇതെല്ലാം കൂടെ വീട്ടുകാരും ചേച്ചി മമ്മി 2 മമ്മിമാരും പപ്പ ചേട്ടൻ ഇവരൊക്കെ ഇരുന്ന് പാക്ക് ചെയ്ത ഓരോന്ന് എല്ലാം കൂടി തലേദിവസം ചെയ്തല്ലേ. തലേദിവസം വെയിറ്റ് എങ്ങനെ പോയിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. ഇവളുടെ ഡ്രസ്സൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് ഐസക്കിൽ പുട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പുട്ടിന്റെ തന്നെ പല പല വെറൈറ്റി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ലുലു എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം കിട്ടും. പിന്നെ വെച്ചാൽ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. നാട്ടിലെ ബ്രാൻഡ് വ്യത്യാസമുണ്ട്, സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷെ ഓരോന്നിനും ഓരോ ബ്രാൻഡ് വ്യത്യാസം വരുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റിനൊരു വ്യത്യാസം വരൂല്ലേ. അപ്പൊ അതും കൂടി എല്ലാം മിക്ക ബ്രാൻഡ് ഇവിടെ കിട്ടും കേട്ടോ നാട്ടില്. എല്ലാം ഈ ചുവന്ന കുപ്പി നിങ്ങൾ കാണാം. ഞങ്ങൾ ഒരേപോലെ ചില്ലി കുപ്പി വാങ്ങിച്ചാണ്. ഇതെന്താ കുടംപുളിയൊക്കെ മീൻകറി വെക്കാനാണ് കുടംപുളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണ് എടുക്കുന്നൊക്കെ ചില്ലി കുപ്പി ഒരുപാട്. ഇതെന്താ ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെയും പുട്ടുപൊടി, വീണ്ടും പുട്ടുപൊടി, പിന്നെയും പുട്ടുപൊടി, ഓരോ ഡിഫറെന്റ് ടൈപ്പ് പല പല. ഇത് റാഗി പുട്ടുപൊടി, അത് കോൺ പുട്ടുപൊടി, പിന്നെ ഉള്ളത് പല പല പുട്ടുപൊടി. ഫിഷ് മസാല, ഇതെന്താ ചിക്കൻ മസാല, ജിഞ്ചർ പൊടി, ചുക്ക് പൊടി. പിന്നെ ഇതെന്താ ഈ മൺചട്ടി പറഞ്ഞ പോലെ അവിടെ വെച്ച് ഞാനായിരുന്നു ഉണ്ടായത്. ഇത് ചെക്ക് ചെയ്യണം കസ്റ്റം ചെക്കിങ്ങിന് ടൂത്ത് പേസ്റ്റ് കിട്ടി. അപ്പൊ അന്നേരം ഇത് പൊട്ടിയിട്ടുണ്ടായില്ല പറഞ്ഞ പോലെ. നീല പിടിച്ചെന്ന് ഇതല്ലോ അതല്ലായിട്ട്. അപ്പൊ അത് റീപാക്ക് ചെയ്തത് അത്ര സ്ട്രോങ് അല്ല. നട്ടിന്ന് തൊട്ട് നല്ല സ്ട്രോങ് പാക്കിംഗ് ആയിരുന്നു പറഞ്ഞ പോലെ. കുറെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തു, അവിടെ നാട്ടിലെ കസ്റ്റംസുകാർ തുറന്നു വീണ്ടും റീപാക്ക് ചെയ്തു. അത് ഇവിടെ വന്ന് ഇവര് തുറന്ന് അങ്ങനെ കുറെ പേര് തുറന്ന സാധനം അതാണ് പറ്റിയത്. അല്ലെങ്കിൽ ഇത് പൊട്ടണ്ട. ബിക്കോസ് ഫുള്ള് ഗ്ലാസ് ആണ്. ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല. പൊട്ടാതെ എഴുക്കിട്ട് കേട്ടാ മൺചട്ടി. ഇങ്ങനെ ചട്ടി പൊട്ടാതെ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ 2 ചട്ടി പൊട്ടാതെ കിട്ടി. ഇതുണ്ട് പാത്രം കഴുകുന്ന സ്ക്രബ്ബറും ഒക്കെ ഇതില് അളവ്. ഈ ഇതിന്റെ എന്താണ് റാപ്പറിന്റെ ബലൂൺ എന്താണ് പറയണ ബബിൾ റാപ്പറിന്റെ അളവ് എടുത്തോണ്ടിരുന്ന 2 മമ്മിമാരായിരുന്നു. ഇതിന്റെ കറക്റ്റ് അളവ് എടുക്കണോ മുറിക്കാൻ. ഈ നിമിഷത്തിൽ അതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു, നന്ദി പറയും. ചുറ്റിക്കൊണ്ടിരുന്നത് ചേച്ചിയും ചെറിയ ഞാൻ ഒട്ടിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടാസ്ക് ആയിരുന്നു. സോന നോക്കിയിരുന്നു, നോക്കിയിരുന്നു. അതെ, ഞാൻ ടേപ്പ് മുറിക്കലായിരുന്നു. ഇത് ടാക്കോ അതിന്റെ ഇടയിൽ ഓടിയാണ്. എല്ലാം ഇതിൽ എന്തെങ്കിലും ടാക്കോ കടിച്ചു മുറിക്കേണ്ടി സഹായിക്കണോ എന്നുള്ള രീതിയിൽ ടാക്കോ നടപ്പുണ്ടായിരുന്നത്. ഇതിലെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഇതിന്റെ അകത്തും കൂടെ ആക്കിയിട്ടുണ്ടെന്നറിയോ. ഇതില് വെയിറ്റ് മാത്രമല്ല, നമ്മള് ഇത് കാർഗോ ചെയ്യാൻ നേരത്തെ നമ്മുടെ ഇതിന്റെ സൈസും അതായത് ഇതിന്റെ ഡയമെൻഷൻസിനും അവരൊരു ഫിക്സഡ് ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ പെട്ടിയുടെ സൈസും വരാമ്പോഴും വെയിറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഓരോന്നിന്റെ അകത്തേക്ക് ആയിട്ട് അധികം സ്പേസ് ഒന്നും പോവാതെ എല്ലാം യൂട്ടിലൈസ് ചെയ്ത് പാക്ക് ചെയ്തത്. അത് ശരിയാ. അത് വേറൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. നമ്മളിവിടെ വരുമ്പോൾ ഒറ്റ പെട്ടി തന്നെ എല്ലാം ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ കയറ്റാനും ഡിഫിക്കൽട്ട് ആയിരിക്കും, ഡിക്കി കയറ്റാനൊക്കെ. അപ്പോൾ ആ ഒരു സെയിം സൈസിൽ തന്നെ അവർ പറയുന്ന സൈസ് ആയിട്ട് നമ്മൾ വണ്ടി കയറും. കറക്റ്റ് വണ്ടിയിൽ ഫിറ്റായി. ഇല്ലായിരുന്നെങ്കിൽ ഡിഫിക്കൽട്ടായി പോകാൻ. സ്റ്റീൽ സ്ക്രബ്ബർ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ ഖത്തർ പോർട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ആദ്യം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് എൻട്രൻസിന് പിന്നെ പാസ് കിട്ടും. അതിൻ്റെ അകത്ത് പോവാം. കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1 hour ഡോക്യുമെന്റ് ക്ലിയറൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് വന്നിട്ട് വെയർ ഹൗസിൽ കൊണ്ടുപോകും. വെയർ ഹൗസ് ഭയങ്കര വെയർ ഹൗസ്, വലിയൊരു വെയർ ഹൗസ് ആണ്. നിങ്ങൾ ഐക്യ ഖത്തറിൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ അതിന്റെ ഒരു 3-4 ഇരട്ടി ഫുൾ ഓടിയും. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇതിപ്പോൾ ഭാഗ്യമുണ്ട്. യൂഷ്വലി സമ്മർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈം ഉണ്ടല്ലോ, എസ്പെഷ്യലി ലോക്കൽസ്, ഇവർ ഫുൾ സാധനങ്ങൾ കയറ്റിവിടും. ഇവിടുത്തെ ഖത്തർ സ്കൂളിൽ പോയി പുറത്തുനിന്ന് പോയി സാധനങ്ങൾ കയറുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 6 hours വെയിറ്റിംഗ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഫോൺ പോലും തരില്ല. ഷോ എന്ന് വെച്ചാൽ സോന പുറത്തിരിക്കുക, ഒരാൾക്ക് ഇതിനകത്ത് എൻട്രൻസ് ഉള്ളൂ, ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. ഞാനൊരു 4 to 5 hours ആ വെയിലത്ത് കാറിൽ AC ഇട്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷെ സ്റ്റിൽ അത് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് എനിക്ക് തലവേദന ഉണ്ട്. ആണെങ്കിൽ ഐസക്കിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഐസക്ക് പറഞ്ഞില്ല, റിസപ്ഷനകത്ത് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞില്ല. പൈസക്കൊന്നും റിസപ്ഷനിലാണ് ഞാൻ ഐസക്ക് വിളിക്കുന്നുല്ല. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയില്ല. ബിക്കോസ് അവർ പറഞ്ഞു വെയർ ഹൗസിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അവർ ഫുൾ സ്കാനിങ്, എന്റെ ബെൽറ്റ് ഊരി, ബെൽറ്റ് എല്ലാം എയർപോർട്ട്സ് സ്പെക്സ്, എന്റെ പുതിയ മേറ്റയുടെ സ്പെക്സ് ഒക്കെ ഊരിയിട്ട് ഫോൺ എടുത്ത് പോയി ഫോൺ ഉപയോഗിക്കാനുള്ള അത് അവിടെ തന്നെ വെക്കാൻ പറയും. അപ്പൊ ഞാൻ വിചാരിച്ച് സാധനം പിക്ക് ചെയ്യാനുള്ള വന്നേക്കുന്നത്. ഇപ്പൊ തന്നെ പിക്ക് ചെയ്തിട്ട് സോന വിളിക്കാം. അതിന്റെ അകത്ത് കയറിയിട്ട് പിന്നെ ഇറങ്ങി. അവിടെ ഇങ്ങനെ സാധനങ്ങൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അകത്ത് ഫുള്ള് മെഷീൻസ് വന്ന് ഓരോ സ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് പിക്ക് ചെയ്ത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് വെക്കുന്നു.
നമ്മുടെ മുന്നിൽ തന്നെ ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ എനിക്കൊന്നും വീഡിയോ എടുക്കാതിരിക്കാനും ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം അതിൻ്റെ അകത്ത് ഫുള്ള് സോൾട്ട് ആൻഡ് പെപ്പർ സ്പ്രിംഗ്. അതിനകത്ത് അറബി എസ്പെഷ്യലി കത്തിരി ഇവർക്കാണെങ്കിൽ ഈ മസാല കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവുന്നില്ല. രണ്ടും മണത്തൊക്കെ നോക്കി എന്താണ് കിലേക്ക്. എന്റെ ഐ മാസ്കും ടവലും ഒക്കെ ഇതിനകത്ത് കുത്തി നിറച്ചുകൊണ്ടുള്ളത്. എനിക്ക് കോമഡി അത് ഇത് കണ്ടപ്പോഴാണ് ബ്ലാക്ക് പെപ്പർ എന്താ അതിൻ്റെ അവർ വെച്ച് ബ്ലാക്ക് പെപ്പർ അത് മോസ്റ്റ് കോമൺ ആയിട്ട് പെപ്പർ പൗഡർ ആണല്ലോ കൂടുതലും. ഇത് ഹോൾ പെപ്പർ ആണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ചോദിച്ചേക്കുന്നത് ബ്ലാക്ക് പെപ്പർ എന്താന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാൻ, അത് എല്ലാവർക്കും പറയുന്ന സാധനമല്ലേ. ഞാനും വിചാരിച്ച് ടവലൊക്കെ ഒരു ജാറിൽ ഫുള്ള് കുത്തി നിറച്ച് ടവൽ ഹാൻഡ്കർച്ചീഫ് കിച്ചണിലേക്കുള്ള ഇപ്പോഴാണ് തോന്നുന്നത് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. അതന്നെ അവിടെ നിന്നൊരു ക്യൂട്ട് ഏറ്റവും വാങ്ങിച്ചാൽ ചൂളിക്ക് കൂടി പോയി നോക്ക് അവിടെ. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് വേറൊന്നും കൂടി വാങ്ങിച്ചു ഞാൻ എപ്പോഴും ഇടുന്ന് പറഞ്ഞപ്പം അത് ഉടുപ്പൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാല്ലേ. ഇവിടെ ഫുള്ള് സാധനങ്ങൾ. ഇത് എത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ എന്തൊരാണ് ഈ ചില്ലുമുട്ട് വാങ്ങിച്ചേക്കുന്നത്. 3 ലെയർ മുകളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ. അടിയിലെ ലെയർ ഓൾമോസ്റ്റ് 6 അങ്ങനെ എന്തോ. ഇതൊക്കെ ഓരോ മസാലയാണ്. ഇതൊക്കെ എന്താ ആക്ച്വലി ലാസ്റ്റ് പീസ് ആണ്. ഒരെണ്ണം കൂടി എടുക്കാം. പെപ്പർ കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിൽ വന്നപ്പോഴത്തേക്കും. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന പെപ്പറാണ്. നമ്മൾ എനിക്ക് തോന്നുന്ന പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വാങ്ങിയതിനേക്കാൾ ഒരു 3 ഇരട്ടി, ടു ബി ഓണസ്റ്റ് 3 ഇരട്ടി. ബിക്കോസ് ഇവിടെ തന്നെ 500 റിയാൽ ഞാൻ കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കും. 500 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 10K ആയില്ലേ, 10,000 റുപ്പീസായി. അതിനുള്ള സാധനം ഉണ്ട് ഇത് കണ്ടിട്ട്. ഇല്ല സത്യം പറഞ്ഞാൽ വൻ നഷ്ടമായി പോയി. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് നല്ല എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത്ര ഡിലേയും ചാർജസ് വരും. പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുവരില്ലായിരിക്കും. ഇതിന്റെ മെമ്മറീസ് അത്ര ഉണ്ട്. പക്ഷെ ഇത് നല്ല രസമാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് വീട്ടിൽ നാട്ടില് എല്ലാവരുമായിട്ട് പോയിട്ട് ഇതൊക്കെ. കല്യാണത്തിന് മുമ്പ് ഇതിന്റെ ഒന്നും വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഖത്തറിൽ വന്നതിന് ശേഷം എടുത്തത്. പക്ഷെ അന്നൊക്കെ എടുത്തിരുന്നെങ്കിൽ അത് ഞാൻ അവർക്ക് അതൊക്കെ ഒരു മെമ്മറി ആയിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് പാക്ക്. ഇത് ഞാൻ കംഫർട്ടർ വാങ്ങിച്ചാണ്. പാക്ക് ചെയ്യാനെങ്കിലും ഉപകാരപ്പെടും. പാക്ക് ചെയ്തൊക്കെ ഇതൊന്ന് കുറച്ചെടുക്കാം. ഇതേപോലെ ഒരു ഡോക്യുമെന്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് ജനറൽ അതോറിറ്റി ഓഫ് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരും. പിന്നെന്താ കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്, കുറേ സൈൻ ചെയ്യണം. അതിനകത്ത് അവരുടെ സ്റ്റാമ്പൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ അവർ കളക്ട് ചെയ്ത് ഓൾറെഡി. ക്ലിയറൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും ഇങ്ങനെ ചെയ്ത് വരാം. അപ്പം അങ്ങനെ ഒരു സെറ്റോളം ഡോക്യുമെന്റ്സ് കിട്ടും. ചടങ്ങാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ചടങ്ങാണ്, ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഈ സമയം നമുക്ക് പോയി വാങ്ങി വീട്ടിൽ ഡെലിവറി വരെ എത്തിക്കായിരുന്നു ഇവിടെ നിന്നാണെങ്കിൽ. പിന്നെ ഓർത്തിരിക്കാം, പിന്നെ ഒരു മെമ്മറി. ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിരുന്നു. നല്ലൊരു മെമ്മറി ഇത്രേ ഉള്ളൂ. അടുത്ത വെട്ടി വെക്കാം. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഐസക്കിനെ വീട്ടിൽ നടത്തി വിടുന്ന. ഞാൻ പിടിച്ചോ സോനാന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ പിടിച്ചോ സോനാന്ന് പറഞ്ഞോളൂ. ഞാൻ പിടിക്കാനുള്ള ഗ്യാപ്പ് വന്നില്ല. അതിന് മുമ്പ് ഞാൻ താഴത്തേക്ക് ഇട്ടു. അതെ എത്ര ഉണ്ട്, 10-60 കിലോ ഉണ്ട്. ഇത് സെക്കൻഡ് ഫ്ലോർ വരെ കൊണ്ടുവരേണ്ടി വന്നു. ഞങ്ങളുടെ പെന്റ് ഹൗസ് ആണ് വീട്. അപ്പോൾ ഇവിടെ ആകെ 2 ഫ്ലോർസ് ഉള്ളത് വില്ലയാണ്. അപ്പോൾ കാരണം ഇവിടെ ലിഫ്റ്റ് ഇല്ല. നമ്മൾ എന്ത് കൊണ്ടുവരണമെങ്കിലും ഇതുപോലെ സ്റ്റേഴ്സ് വഴി കൊണ്ട്. ടോപ്പ് ഫ്ലോറിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ പൊക്കിക്കൊണ്ട് വന്നതാണ്. തുറക്കണം. ഭയങ്കര വലുതാണ്. ഇതിലാണ് എനിക്ക് ഒന്ന് കത്തികളും പാത്രങ്ങൾ, കുക്കറും അതും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലാണെന്ന് തോന്നുന്നത്. ഇതിന് മൊത്തം ചില്ലായിരുന്നു. പൊട്ടുപൊടിയാണ്, ഒന്നും പറ്റാതിരിക്കാൻ. അതേപോലെ തന്നെ സൂക്ഷിച്ചുണ്ടെന്ന് വേറെന്താ സൈക്കിൾ. അതെ പുട്ടിന്റെ മാത്രമായിട്ടുള്ളതിനോട് ഓട്സ് പുട്ടുപൊടി, റാഗി പുട്ടുപൊടി, പുട്ടുപൊടി ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ട് വീട്ടുകാരും കൂടെ ചേർന്ന് ചായപ്പൊടി. ഇവൾക്കൊന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ബീഫ് പുട്ടുപൊടി, റൈസ് ഫ്ലേക്സ്, വൻ സെറ്റമാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ്. ഇതാണ് നല്ല ക്യൂട്ടല്ലേ. മീനാണ്. കുക്കറിന്റെ ഒരു ഇത് കിട്ടി. കുക്കർ നാട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോ ഇവളുടെ 2 ബാഗ് ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഫുൾ കിച്ചൺ ഐറ്റംസ് നമ്മുടെ ഡോക്യുമെന്റ്സ് ഐറ്റംസ് ആയിരുന്നു. എയർപോർട്ടിൽ തന്നെ തടഞ്ഞു ഫുൾ കുക്കർ, അതിന്റെ സാധനങ്ങൾ, ഇതൊക്കെ കുറച്ച് പ്രശ്നമുള്ള ഐറ്റംസ് ആണല്ലോ. ഇതെന്തിനാണ് കുക്കറൊക്കെ എന്തിനാന്ന് വെച്ചാൽ എന്താ പറയാ. അത് കഴിഞ്ഞിട്ട് അവള് എയർപോർട്ടിൽ സാധനം വെച്ച് മറന്ന് ഞങ്ങൾ ടാക്സി കയറാ. തിരിച്ച് കിട്ടാ എളുപ്പമല്ല. എന്തോരം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിരിച്ച് അവർ കയറുന്നില്ല. ലഗേജ് മറന്നു പോയതാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ് റീക്ലെയിം ചെയ്യണമെങ്കിൽ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അവസാനം അവിടെ പോയി അവിടുത്തെ 2-3 കസ്റ്റംസ് ഹെഡ്സിനെ പോയി കണ്ട് സംസാരിച്ച് അവർ ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അവരതിന്റെ അകത്തൊരാൾ അസൈൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 2 hours അവിടെ വേറെ സ്പെൻഡ് ആയി. എന്താ പറ്റിയ കസ്റ്റമറിൽ സാധനം വെച്ച് മറന്ന്. സാധനം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇത് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചല്ലോ. അപ്പോൾ ഇവളുടെ കാർഗോ ഉണ്ടായിരുന്നു, ലഗേജ് ഉണ്ടായിരുന്നു.
ഇവിടെ അവളുടെ ലഗേജ് അവിടെ വെച്ചിട്ട് ടെൻഷൻ ആയിട്ട് ഐസക്കിന്റെ ബാഗ് ഫുള്ള് തുറന്നിട്ട് അവർ സാധനങ്ങൾ പുറത്തിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ എന്റെ ബാഗ് അവിടെ വെച്ചിട്ട് അത് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അത് എന്റെ ഡോക്യുമെന്റ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെന്നതാ. പക്ഷേ അപ്പൊ എന്താ, ഞാൻ ഐസക്കിന്റെ എല്ലാ ലഗേജും പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എന്റെ ലഗേജ് ഞാൻ അതിന്റെ അടുത്ത് വെച്ച് മറന്നു, കസ്റ്റംസിൽ വെച്ച് മറന്നു. പറഞ്ഞാൽ അവർ പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചു കിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്ര നേരം നിന്നിട്ടാണ് തിരിച്ചു എന്റെ മണ്ടത്തിലും കാരണം. ഇതൊക്കെ ഉണ്ടോ, ഇത് മറ്റേ മെഷറിംഗ് കപ്പാണ്. ഇത് എന്തിനാ മെഷറിംഗ് കപ്പ് വാങ്ങിച്ചത് എനിക്ക് അറിയില്ല. കുഞ്ഞു കുഞ്ഞു സ്പൂൺ ഇട്ട് നമ്മൾ കുറെ ഗ്ലാസ് ജാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിലിടാനായിട്ട് കുഞ്ഞു കുഞ്ഞു സ്പൂൺ വാങ്ങിയിട്ടുണ്ട്. മിക്സി എന്റെ ജ്യൂസറിലാണ് ഇവള് ഇവിടെ മസാലയൊക്കെ കളിക്കൊണ്ടിരുന്നത്. ഫൈനലി ജ്യൂസ് കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യമാണ് കേട്ടോ. ഇവിടെ ഐസക്കിന്റെ ഒരു ബ്ലെൻഡർ ഉണ്ട്, ഫ്രൂട്ട്സ് ബ്ലെൻഡർ ആണ്. അതിലിട്ടാണ് രാവിലെ ഞാൻ അതുപോലെ സ്ട്രോബെറി ജ്യൂസ് അടിക്കുമ്പോൾ മസാലയുടെ ടേസ്റ്റ്. ഐസക്ക് ഇതുവരെ സ്ട്രോബെറി ജ്യൂസ് അടിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഐസക്ക് അതിൽ തൊട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ശരിക്കും ബ്ലെൻഡ് ആവില്ല. ഇത് ജാർ, മിക്സി ജാർ വന്ന് ഇത് ക്ലോസ് ആണ്. പിന്നെ ഇത് മറ്റേ ചൂട് വെക്കാൻ പാത്രത്തിൻ്റെ അടിയിൽ വെക്കണം. കുക്കറ്, ഇത് മൂടിപ്പാത്രമാണ്. ഇതെന്താണ്ട് മമ്മ കൊടുത്തു വിട്ടാൻ പോകുന്നത്. മനസ്സിലായി. മറ്റേ പൊട്ടിച്ചിട്ട് വയറുവേദന ജാതിക്കാണ് മമ്മ കൊടുത്തിട്ടത്. കുക്കറിനാണോ അത്? തോന്നുന്നല്ലേ കുക്കറിന്റെ വെയിറ്റ്. പുട്ട് അവസാനം ഉണ്ടാക്കാൻ പുട്ടിന്റെ പാത്രം എടുത്ത് തിരിയാണ്. ഫൈനലി മൂടിപ്പാത്രം, ചായപാത്രം, ഇങ്ങനത്തെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലുലുന്ന് വാങ്ങിച്ചാണ്ട് ഇങ്ങനെ കുറെ സെറ്റായിട്ട് വാങ്ങിച്ചാണ്ട് ഈ സോസ് പാനൊക്കെ. സോസ് പാൻ കുഞ്ഞുറങ്ങടാ, കുഞ്ഞുറങ്ങും. പിന്നെ ഇതാണ് അപ്പച്ചട്ടിയാണ്. കുറെ സാധനങ്ങളൊന്നും ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഈ ബ്രെഡ് ടോസ്റ്ററും ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞോണ്ട്, കാരണം അതുകൂടി ഇനി വന്നിരുന്നെങ്കിൽ ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലം കാണില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നും പറഞ്ഞു. ഇതെന്താ, ദോശ ഉണ്ടാക്കുന്നത്. ഓ ഇതില്ലേ, ഇത് ദോശ ഉണ്ടാക്കുന്നതല്ലേ, ദോശക്കല്ല് വലിച്ചല്ല വലിക്കും, നല്ല കട്ടിയുള്ളത് കാണിച്ചാണ്. ഇൻഡെക്സിൻ്റെ നമുക്ക് വലുത്, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതന്നെ ഉണ്ടെന്നോ 3 കിലോ. ഇത് ജ്യൂസാണ്. അതൊരൈറ്റം പൊട്ടിയുള്ളൂ. അതൊരൈറ്റം, ഒരു ചട്ടോത്ര പൊട്ടിയുള്ളൂ. നീ മണ്ണ് ഞാൻ കൊണ്ടുവരാം, നീ കുഴച്ച് എനിക്ക് ചെയ്തിട്ടെന്നാ. തരാം കേട്ടോ. ജ്യൂസർ, സുജാതയുടെ ജ്യൂസറാണ്. മിക്സിയും ജ്യൂസറും എല്ലാം ഉണ്ട്. എന്താ ഗ്രൈൻഡറോ? മെയിൻ ജ്യൂസ് ചെയ്യാനുള്ള സാധനം മോട്ടർ. ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഇതെന്താ, ഇതാ ഇതിന്റെ ഇടയിലോട്ട്. ഇത് കാരണമാണ് ഐസക്കിന്റെ ആവശ്യമാണ്. കാരണം ഇതെല്ലാം ഇത്രയും വൈകാൻ പ്രോട്ടീൻ പൗഡർ ഉള്ളത് കൊണ്ടാണ് അത് മെയിൻ ആയിട്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, പ്രശ്നം എല്ലാരും പറഞ്ഞു പ്രോട്ടീൻ പൗഡർ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട, പ്രോട്ടീൻ പൗഡർ ഇല്ലാതെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ കിട്ടിയാണ്. പ്രോട്ടീൻ ഇല്ലാതെ ഇവിടെ പ്രോട്ടീൻ പൗഡറിന് വേണ്ടി മാത്രം ഞാൻ ഇത് സാധനങ്ങൾ ഇവിടെ കിട്ടാത്തല്ലോ. അപ്പൊ ഇവിടെ ഇത്രയുള്ള കലാസ് അങ്ങനെ നമ്മുടെ 25 കിലോ അൺബോക്സ് ചെയ്താണ് നിങ്ങൾ കണ്ടത്. നിന്റെ തല കാണുന്നില്ല, ഐസക്കിന് തലയില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് 3 മാസത്തിന് ശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. പ്രോട്ടീൻ പൗഡറും സ്പൈസസും പിന്നെ അതുപോലെ കിച്ചൺ യൂട്ടൻസിൽസും ഗ്ലാസ് ജാറും എല്ലാം. നിങ്ങൾ വിചാരിക്കും ഇനി സോനയുടെ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരും, അത് പ്രതീക്ഷ വേണ്ട, പ്രതീക്ഷിക്കരുത്. കാരണം വന്നല്ലോ, ഇപ്പൊ തോന്നുമ്പോ ഉണ്ടാക്കാലോ. റെസ്റ്റോറന്റ് വീഡിയോസ് വരും. ഇന്നിപ്പോ ഞങ്ങൾക്ക് 8 മണിക്ക് 8:30 ആകുമ്പോഴത്തേക്ക് ഒരു ഷൂട്ട് ഉണ്ട്, അതിന്റെ വീഡിയോ വരും. അങ്ങനെ ഉണ്ടാവും, പുറത്തുനിന്നുള്ള ഫോട്ടോസ് ഉണ്ടാവും. ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കില്ല, 2 മാസം ഞാൻ ഉണ്ടാക്കില്ലേ. അങ്ങനെ 2 ആഴ്ച 1 മാസമായിട്ടുള്ളൂ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി 2 മാസം ഞാൻ ഉണ്ടാക്കിയേ. അവിടെ ഇനി അപ്പോൾ ഇവിടെ ഇതുവരെ എത്താനും നല്ലതായിട്ട് പാക്ക് ചെയ്തൊക്കെ ഇവിടെ എത്തിയത് പപ്പയും അമ്മയും ചേർന്നും ചേച്ചിയും അമ്മയൊക്കെ ഇതെല്ലാം പാക്ക് ചെയ്ത് തന്നു വിട്ടുകൊണ്ടാണ്. അപ്പോൾ എല്ലാം സേഫായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു കലം മാത്രമേ പൊട്ടിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. പീസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് റെഡിയാക്കി വെക്കാൻ പോവാണ്. ബൈ.